ദൈവസന്നിധിയിൽ വിലയേറിയവരും മാന്യരുമായി ജീവിക്കുവാൻ ദൈവം ഒരു പുതിയ ദിവസം കൂടെ നമുക്ക് ദാനം ചെയ്തതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ഈ ദിവസം ദൈവത്തോടു കൂടി ആരംഭിക്കുമ്പോൾ തനിമയിലേക്ക് എന്ന കൂട്ടായ്മ വഴി നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ നിലവാരം ഉയർത്തുവാൻ ദൈവം ആവശ്യമായ ആലോചനകൾ നൽകി നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കട്ടെ. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ വില എങ്ങനെയാണ് ഇടിഞ്ഞു പോകുന്നത്? ജീവിതത്തിൻ്റെ നിലവാരം ഇടിഞ്ഞു പോകുന്നത് പലപ്പോഴും നാം അഗണ്യമായിട്ട് ചിന്തിക്കും. ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിപ്പോയാൽ സകലത്തിനും കുറ്റക്കാരനായിത്തീരുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ആത്മീയ നിലവാരത്തിൽ ഉള്ളത്. പലപ്പോഴും ഇതിനെ നമ്മൾ അവഗണിച്ച് കളയുകയല്ല ചെയ്യുന്നത്. നമ്മുടെ അവഗണന വർദ്ധിക്കും തോറും നമ്മുടെ ആത്മീയമായ ബലവും കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാം. ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടക്കുക അസാധ്യമായൊരു കാര്യമാണ്. മാനുഷികമായ ശക്തി കൊണ്ട് തികച്ചും അസാധ്യമായ കാര്യം. കാരണം അതുപോലെ തന്നെ ശക്തിയുള്ള പ്രലോഭനങ്ങളാണ് സാത്താനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഏദൻ തോട്ടം മുഴുവനും ആദമിനും ഹവ്വയ്ക്ക് സ്വന്തമായിട്ട് കൊടുത്ത ദൈവം, ആദമും ഹവ്വയും ദൈവത്തോടുള്ള വിധേയത്വത്തിൽ ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതുപോലെ ശക്തമായൊരു പ്രലോഭനവുമായിട്ടാണ് സാത്താൻ അവരുടെ മുൻപിൽ വരുന്നത്. നിങ്ങളുടെ ഈ ജീവിതം പോരാ, ഈ ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തരാകരുത്. നിങ്ങൾ ഇനി ഉയരണം, ദൈവത്തെ പോലെയാകണം. അതിനുള്ള വഴി ഉപദേശിച്ചു തരാം. ജീവിതത്തിൽ ഉയരണോ? സാത്താന്യ പ്രലോഭനങ്ങളിൽ ആശ്രയിക്കരുത്. ജീവിതത്തിൽ ഉയരുവാൻ ദൈവം ഉയർത്തുമ്പോൾ ഉയരുവാൻ ഉള്ള ആ സഹിഷ്ണുതയും സന്നദ്ധതയുമാണ് നമുക്ക് ആവശ്യം. എങ്ങനെയാണത് നമുക്ക് ലഭിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞാൻ സംശയിക്കാതിരിക്കുക. എന്നെ കരുതുന്ന ദൈവത്തിൻ്റെ കരുതലിനെ ഞാൻ സംശയിക്കാതിരിക്കുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. നമ്മളെ താഴ്ത്തുന്നവനായ ഒരു ദൈവമാണ് നമ്മെ ശുഭാപ്തി വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ശുഭകരമായ ഭാവി നമുക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ താഴ്ത്തുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവം നമ്മെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മെ അറിഞ്ഞ ദൈവമാണ്. അപ്പോൾ തന്നെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി മനസ്സിലാക്കുവാൻ മനുഷ്യബുദ്ധിക്ക് അസാധ്യമാണ്. കാരണം പ്രശ്നങ്ങൾ നിറഞ്ഞ, സംശയങ്ങൾ ജനിപ്പിക്കുന്ന, ഭീതികൾ ജനിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം അസ്ഥിരമായ ഒരു ലോകത്തിൽ, സ്ഥിരതയായിട്ട് ഒന്നുമില്ല. അവിടെ അതിൻ്റെ മധ്യത്തിൽ ദൈവം പറയുകയാണ്, നീ എനിക്ക് പ്രിയനും വിലയേറിയവനുമാണ്. ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ദോഷത്തിനല്ല, നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവ അരുളി ചെയ്യുന്നു.
എന്തെല്ലാം കാര്യം പറഞ്ഞ് നമ്മളെ ഉറപ്പിക്കുവാൻ ശ്രമിച്ചാലും നാം ജീവിക്കുന്ന ലോകം സാത്താന്യ ശക്തിയുടെ കീഴിലുള്ളത്. ആ ശക്തി നമ്മയും വഴിതെറ്റിക്കുവാൻ പര്യാപ്തമാണ്. കഴിയുമെങ്കിൽ വ്രതന്മാരെ പോലും തെറ്റിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ആർക്കും അഭിമാനിക്കുവാൻ കഴിയുന്നില്ല ഞാൻ ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിക്കുന്നുവെന്ന്. നാം ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നാലും ഒന്നിൽ തെറ്റിയാൽ സകലത്തിനും കുറ്റക്കാരനായിത്തീരും. ഇതാകുന്നു നമ്മെക്കുറിച്ച് തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു മാനദണ്ഡം. പല നല്ല പ്രവൃത്തികളും നമ്മൾ ചെയ്തെന്ന് വരും, നമുക്കതിനുള്ള സാഹചര്യം ലഭിക്കുന്നു. ആ സാഹചര്യത്തിന് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ ആ നേട്ടങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം തികഞ്ഞതാകുന്നില്ല. ഒന്നിൽ തെറ്റിയാൽ നാം സകലത്തിനും കുറ്റക്കാരനാകും. ഇത് നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്തിന് ശേഷമുള്ള നാളുകളിൽ നമുക്ക് ജീവിതത്തിൽ വളരെ വിലയേറിയൊരു പ്രമാണമായിട്ട് കരുതാം. പല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് പോലെ ദൂതന്മാരുടെയും മനുഷ്യരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമില്ല. എന്തെല്ലാം ത്യാഗം ചെയ്താലും, അന്നദാനം ചെയ്താലും, ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലയോ? ഒന്നുമില്ല. സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മെ ഭരിക്കേണ്ട സത്യം. ദൈവത്തിൻ്റെ സ്നേഹം അത് ത്യാഗം നിറഞ്ഞ സ്നേഹമാണ്, അത് സഹിഷ്ണുത നിറഞ്ഞ സ്നേഹമാണ്. എപ്പോഴും നമ്മുടെ ശുഭകരമായ ഭാവിക്ക് വേണ്ടി ദൈവം കരുതുന്ന പ്രത്യേക സ്വഭാവവിശേഷമാണ്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഒരു കൽപ്പന തന്നിരിക്കുന്നത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. അതിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് അത് രാജകീയ ന്യായപ്രമാണമാണ്. 2-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിൽ അത് അപ്പോസ്തലനോട് ഓർപ്പിക്കുകയാണ്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കേണ്ടത് എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. രാജകീയ ന്യായപ്രമാണമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം ഓരോരുത്തരെയും തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് ലോകത്തിൽ ആക്കിയിരിക്കുന്നു. എല്ലാ സൽപ്രവൃത്തികളെയും കുറിച്ചുള്ള ബോധം നമുക്ക് ഉളവാകുവാൻ തക്കവണ്ണം തിരുവചനവും നമുക്ക് നൽകിയിരിക്കുന്നു. ഈ തിരുവചനം നമ്മളെ കാണിച്ചു തരുന്ന എല്ലാ പ്രമാണങ്ങളും നാം അനുഷ്ഠിക്കുവാനുള്ളത്. ആ പ്രമാണങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡമായിട്ട് നാം കാത്തു സൂക്ഷിക്കേണ്ടത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതിനനുസരിച്ചിരിക്കും നമ്മുടെ മറ്റുള്ളവരെ സഹായിക്കുന്നത്, മറ്റുള്ളവരോട് ദയ കാണിക്കുന്നത്, മറ്റുള്ളവരെ വിധിക്കുന്നത്, മറ്റുള്ളവരെ ഉയർത്തുന്നത്. ഏത് കാര്യത്തിലുള്ള നമ്മുടെ പ്രതികരണം ഈ പ്രമാണത്തിൽ അധിഷ്ഠിതമായിരിക്കും. ആ സ്ഥാനത്ത് എൻ്റെ കൂട്ടുകാരനെ വിധിക്കുമ്പോൾ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നോട് എങ്ങനെ പെരുമാറണം എന്നായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് അവരോടും പെരുമാറുക. അതാണല്ലോ നമ്മുടെ ഈ രാജകീയ ന്യായപ്രമാണത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ ദൈവിക പ്രമാണങ്ങളും
അനുസരിച്ച് നടക്കുക. എന്നാലും ഒന്നിൽ തെറ്റിയാൽ സകലത്തിനും കുറ്റക്കാരനാണ്. 10 കൽപ്പനകളെ പരിശോധിച്ചാൽ നമുക്ക് വലിയ തെറ്റെന്ന് നാം പറയുന്ന സാധാരണ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന കൊലപാതകമോ വ്യഭിചാരമോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലായിരിക്കാം. എന്നാൽ നീ മോഹിക്കരുതെന്ന കൽപ്പന തന്നവൻ തന്നെയല്ലേ നീ കൊല ചെയ്യരുത് എന്ന വ്യഭിചാരം ചെയ്യരുതെന്ന് ഉള്ള കൽപ്പന തന്നത്. മോഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ എല്ലാ 10 കൽപ്പനകളും ലംഘിക്കുന്നതിന് തുല്യമാണെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. മോഹം ഉണ്ടാകാത്തവരായിട്ട് ആരാ ഉള്ളത്? നാം അതിനെ ഉത്കർഷേച്ഛ എന്ന ഓമന പേരിൽ വ്യാഖ്യാനിക്കുന്നു. ഉത്കർഷേച്ഛ നമ്മിൽ ഉണ്ടായാൽ നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. നാം ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ കഠിനമായി അധ്വാനിച്ച് സ്വന്തം ഭാവിയെ സുരക്ഷിതമാക്കാൻ ശ്രമിച്ച പലരും വലിയ കുഴിയിൽ വീണുപോയതായിട്ട് ചരിത്രം സാക്ഷിക്കുന്നു. എന്നാൽ ദൈവം വരുത്തുന്ന അനുഭവങ്ങൾ ഒക്കെയും ദൈവഭയത്തിലും സഹിഷ്ണുതയിലും കാത്തു സൂക്ഷിച്ച ആളുകളെ ദൈവം ഉയർത്തിയതായിട്ട് നമ്മൾ കാണുന്നു. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ചരിത്രം നമുക്ക് നോക്കാം. ജോസഫിൻ്റെ ഭവനത്തിൽ ജോസഫ് തൻ്റെ പിതാവിന് പ്രിയപ്പെട്ടവനായി വളർന്നു വന്നു, പ്രത്യേക സ്നേഹം അനുഭവിച്ചു. അതുകൊണ്ട് സഹോദരന്മാരുടെ അസൂയയ്ക്കവൻ പാത്രീഭൂതനായി. കാലക്രമത്തിൽ അവരുടെ അസൂയ വർദ്ധിച്ചു വന്നു. തരം കിട്ടിയപ്പോൾ അവർ അവനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ദൈവം അവരുടെ പദ്ധതിയെ അവർ ആഗ്രഹിച്ച പ്രകാരം നടക്കുവാൻ അനുവദിച്ചില്ല. അവൻ ചത്തുപോകട്ടെ എന്ന് കരുതി അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. പക്ഷേ ദൈവം അവിടെ പ്രവർത്തിച്ചു. അവരിലൊരാൾക്ക് മനസ്സലിവ് തോന്നി അവനെ കയറ്റി മിസ്രയീമ്യർക്ക് അവനെ അടിമയായി വിറ്റു, നാട് കടത്തി. കഴിഞ്ഞു, അവൻ്റെ ശല്യം കഴിഞ്ഞു. ഇനി മേലെ അവനെ കൊണ്ട് ശല്യം ഉണ്ടാകുകയില്ലെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ദൈവം ഒരാളെ ഉയർത്തുവാൻ ശ്രമിച്ചാൽ, ദൈവം ഒരാളെ വളർത്തുവാൻ ആഗ്രഹിച്ചാൽ യാതൊരു ശക്തിക്കും അതിനെ തടസ്സപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് ജോസഫിൻ്റെ ചരിത്രം നമുക്ക് വലിയൊരു സാക്ഷ്യമാണ്. എത്ര കണ്ട് ശ്രമിച്ചാലും, എത്ര പദ്ധതികൾ ആസൂത്രണം ചെയ്താലും, എത്ര കണ്ട് ആൾബലം ഉണ്ടായാലും അവിടെയൊന്നും ദൈവ പദ്ധതിക്കെതിരായ കാര്യങ്ങൾ നടക്കുന്നില്ല. ജോസഫിൻ്റെ ചരിത്രം നമുക്ക് അതാണല്ലോ കാണിച്ചു തരുന്നത്. മിസ്രയീമ്യർക്ക് അടിമയായി വിൽക്കപ്പെട്ട ജോസഫ് പൊത്തിഫറിൻ്റെ ഭവനത്തിൽ, മിസ്രയീമിൽ പൊത്തിഫറിൻ്റെ ഭവനത്തിൽ ഒരു അടിമയായി ജോലി ചെയ്തു. അവിടെ നമ്മൾ പഠിക്കുന്നത് ജോസഫിൻ്റെ നിമിത്തം പൊത്തിഫറിൻ്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു. ഫലമോ പൊത്തിഫറിൻ്റെ ഭവനത്തിൻ്റെ ഒക്കെയും ചുമതല ജോസഫിൻ്റെ തോളിൽ ആയി, വലിയ അധികാരത്തിൽ. സഹോദരങ്ങൾ അവൻ്റെ ശല്യം തീർന്നു അവനെ നാട് കടത്തിയെന്ന് കരുതിയ ആ സമയത്ത് ദൈവം അവനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ തൃപ്തനായി ജീവിച്ച ഒരു ജോസഫ് സഹോദരന്മാർ ഉപദ്രവിക്കുമ്പോൾ അവരോട് പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നിശബ്ദം അതിനെ സഹിച്ചു.
കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ, സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ, ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചോളും എന്നുള്ള ആ വിശ്വാസത്തിൽ സമസ്തവും ദൈവകാര്യങ്ങളിൽ പരമേൽപ്പിച്ച ജോസഫ് കാലക്രമത്തിൽ മിസ്രൈമിലെ മന്ത്രിയായി തീർന്നു. ക്രമേണ ദേശത്ത് ക്ഷാമമുണ്ടായി. ദൈവം ദേശത്തെയും ലോകത്തെയും രക്ഷിക്കുവാൻ ജോസഫിനെ എടുത്ത് ഉപയോഗിച്ചു. സ്വന്തം സഹോദരന്മാരും ജോസഫിൻ്റെ സഹായത്തിനായി മുൻപിൽ വന്നു. ജോസഫിനെ അവിടെ തിരിച്ചറിഞ്ഞ സഹോദരങ്ങൾ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ്റെ മുൻപിൽ ജോസഫ് അവിടെയും ദൈവസ്നേഹം വെളിപ്പെടുത്തി. നിങ്ങളല്ല എന്നെ ഇവിടേക്ക് അയച്ചത്, ദൈവമാണ് എന്നെ അയച്ചത്. ജോസഫിൻ്റെ സാക്ഷ്യം നമ്മളെയൊക്കെയും ചിന്തിപ്പിക്കുന്നതാണ്. നാം എടുത്തു ചാടി അവിവേകമായി ജീവിതത്തിൽ ഉയരുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ദൈവിക പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കാം, ഒന്ന് പഠിക്കാം. ദൈവം നമ്മെ നടത്തുമ്പോൾ എപ്പോഴും സുഭിക്ഷമായ വഴിയെ കൂടി അല്ല നടത്തുന്നത്. ഇതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടും പ്രയാസവും സങ്കടവും കൂരിരുളും ശത്രുതയും ഒക്കെ ഉണ്ടാകും. പക്ഷേ അവിടെയൊക്കെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ശബ്ദം ദൈവം നമ്മളെ കേൾപ്പിക്കും. അതിനെ വകവയ്ക്കാതെ, അതിന് വില കൊടുക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടം നിവർത്തിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം നാശത്തിലേക്കാണ് നാം പോകുന്നത്. നമ്മുടെ പ്രവർത്തനത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ന്യായപ്രമാണത്തിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ തികഞ്ഞവരായി എന്ന് സ്വയം കരുതുന്നവരും സ്വയം പുകഴ്ത്തുന്നവരുമാണ്. മറ്റുള്ളവരെ തരം താഴ്ത്തുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന പ്രമാണം. അതിനെ യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് രാജകീയ ന്യായപ്രമാണമാണ്. കൂട്ടുകാരനോട് നാം കാണിക്കുന്ന മനോഭാവം, പ്രവർത്തിക്കുന്ന മനോഭാവം എന്താണോ ആ മനോഭാവത്തിൽ മറ്റുള്ളവർ എന്നോട് പെരുമാറിയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ട് വേണം കൂട്ടുകാരനോട് ക്രൂരമായിട്ടോ സന്തോഷമായിട്ടോ നാം പെരുമാറുവാൻ. നാം വിതയ്ക്കുന്നത് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് നാം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത്, നമ്മുടെ സഹപ്രവർത്തകരോട്, സഹജീവികളോട്, നമ്മുടെ സഹോദരങ്ങളോട് ഒക്കെയും നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? തെറ്റ് മനുഷ്യ സഹജമാണ്, എല്ലാവർക്കും തെറ്റുകൾ ഉണ്ടാകും. അവരുടെ തെറ്റുകളോട് നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നാം ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്നു. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ പത്രോസപ്പോസ്തലനാണ് അത് നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച, ഉത്കർഷേച്ഛ നമുക്കൊക്കെ ആഗ്രഹമാണ്. എങ്ങനെയാണ് ഉത്കർഷേച്ഛ ഉണ്ടാകുന്നത്? സാത്താന്യ പ്രലോഭനത്തിലല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴിൽ നാം താണിരിക്കുന്നത് പോലെ. ദൈവം എന്നെ നടത്തുന്നു. എപ്പോഴും ദൈവശബ്ദം കേൾക്കുവാൻ തക്കണം. ദൈവം അത്രയ്ക്ക് സമീപസ്ഥനാണ്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഭയപ്പെടേണ്ട, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. അതിൻ്റെ ഇടയ്ക്ക് വീണു പോവാം, അതിൻ്റെ ഇടയ്ക്ക് അപകടത്തിൽപ്പെടാം, മുള്ളുകൾക്കിടയിൽ വിടാം. അവിടെയും തേടി വന്ന് രക്ഷിക്കുന്ന ഒരു രക്ഷകനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പ്രത്യാശ. ഈ പെന്തക്കോസ്തിൻ്റെ നാളുകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുമ്പോൾ ഈ പ്രത്യാശ നിർഭരമായൊരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിക്കട്ടെ. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഈ പ്രത്യാശ നഷ്ടപ്പെടാതെ,
ഏത് പ്രത്യാശ? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ആ ശബ്ദം കേട്ടുകൊണ്ട് ദൈവം കൂടെയുണ്ടെന്നുള്ള ആ ധൈര്യത്തിൽ ജീവിതയാത്ര മുൻപോട്ട് പോകുവാനുള്ള ആ പ്രത്യാശയാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നിറയ്ക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.